ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനിസ്റ്റേഴ്സ് കിച്ചൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ സദ്യ സ്പെഷ്യലായിട്ടുള്ള അവിയലിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ സദ്യയ്ക്ക് ഒട്ടും തന്നെ ഒഴിച്ചുവിടാൻ പറ്റാത്ത റെസിപ്പികളിലൊന്നാണ് അവിയൽ, സാമ്പാറൊക്കെ. അപ്പോൾ സാമ്പാറിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ കേട്ടോ. നല്ല കുറുകിയ സദ്യ സ്റ്റൈലുള്ള സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ചെറിയ ചേരുവകൾ വെച്ചുകൊണ്ട്, ചെറിയ പച്ചക്കറികളൊക്കെ വെച്ചുകൊണ്ട് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇതേപോലൊരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചീനച്ചട്ടിയിലാട്ടോ അവിയൽ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പാത്രത്തിലേക്ക് എല്ലാ കഷ്ണങ്ങളും നമുക്കങ്ങ് മാറ്റി കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ മാറ്റി കൊടുക്കുന്നത് നമ്മുടെ ചേനയാണ്. അപ്പോൾ ചേന എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അത് അവിയലിനാണെങ്കിലും സാമ്പാറിനാണെങ്കിലും ശരി, ഇതേപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് വേണം എപ്പോഴും സദ്യക്കൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. ഒരുപാട് കനത്തിലല്ല, എന്നാൽ തീരെ കനം കുറച്ചുമല്ലാതെ ഈ ഒരു കനത്തിൽ വേണം അരിഞ്ഞ് ചേർക്കാനായിട്ട്. നമ്മുടെ കയ്യിൽ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ചേർത്താൽ മതിയാവും. കൂടെ തന്നെ ചേർക്കേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതും നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ബീൻസാണ്. അപ്പോൾ ബീൻസോ അച്ചിങ്ങയോ ഇനി രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ കുമ്പളങ്ങയും അതേപോലെ തന്നെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ കായയാണ്. ഏത്തക്ക ഉണ്ടല്ലോ, അതും സാധാരണ നമ്മൾ അരിയുന്ന അതേ വലിപ്പത്തിൽ തന്നെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വലിപ്പത്തിലുമല്ല, എന്നാൽ തീരെ അങ്ങ് വലിപ്പം കുറഞ്ഞതുമല്ല. വരിഞ്ഞെടുക്കുമ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ. കൂടെ തന്നെ വേണ്ടത് നമ്മുടെ പയറാണ്. ഒടിപ്പയറുണ്ടല്ലോ, ചില സ്ഥലങ്ങളിൽ ഇതിനെ അച്ചിങ്ങ എന്ന് പറയും. അപ്പോൾ ആ പയറും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി കോവയ്ക്ക് ചേർക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കോവയ്ക്കാണെന്നുണ്ടെങ്കിൽ നീളത്തിൽ 4 കട്ട് ചെയ്തതും, അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അതും നീളത്തിൽ കട്ട് ചെയ്താണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അവിയലിനുള്ള എല്ലാ സാധനങ്ങളും ഇതേപോലെ നീളത്തിലാട്ടോ ചെയ്യുന്നത്. കൂടെ തന്നെ നമ്മുടെ മുരിങ്ങാക്കോലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയൊരു സവാള, ഒന്നെങ്കിൽ പകുതി എടുക്കാൻ വലുതാണെന്നുണ്ടെങ്കിൽ, ഇല്ല ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഫുള്ളായിട്ട് കീറി ചേർത്ത് കൊടുക്കാം. ഒരു 3-4 പച്ചമുളക് എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ 2 തണ്ട് കറിവേപ്പിലയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം അവിയലിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചേരുവകളും ആയിട്ടുണ്ട്. പടവലങ്ങ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഒരു ചെറിയൊരു പീസ് ഇതേപോലെ നീളത്തിൽ മുറിച്ച് ചേർത്ത് കൊടുക്കാവേ. ഇനി നമ്മുടെ ഈ പച്ചക്കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ ഒരേ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കും. അപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പച്ചക്കറിയുടെ അളവ് നോക്കിയിട്ട് വേണം പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇത്രയും അതൊക്കെ പച്ചക്കറി ഉള്ളതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ നിറയെ ചേർത്ത് കൊടുത്തത്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മുളക് പൊടിക്ക് ഒരുപാട് എരിവൊന്നുമില്ല, കാശ്മീരി മുളക് പൊടിയായിട്ട് മിക്സ് ചെയ്തുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. മാത്രമല്ല മുളക് പൊടി ചേർക്കുമ്പോൾ നല്ലൊരു കളറ് നമ്മുടെ അവിയലിന് ഉണ്ടാവുകയെ. ഇനി ഇതിനകത്തേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ അടുത്തേക്ക് നമ്മുടെ വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണം അവിയലും സാമ്പാറും ഒക്കെ വെക്കുമ്പോൾ ഉറപ്പായിട്ടും എടുക്കാനായിട്ട്. വേറെ ഓയിലൊന്നും തന്നെ ചേർത്ത് കൊടുക്കരുതേ. വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളവും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നുകിൽ കൈ വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലൊരു സ്പൂൺ വെച്ചോ എല്ലാ പച്ചക്കറികളും ആ വെളിച്ചെണ്ണയും പൊടികളും നമ്മുടെ വെള്ളവുമായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ പച്ചക്കറിയൊക്കെ ആണെങ്കിലും എല്ലാം നന്നായിട്ട് പൊടികളുമായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിക്കാനായിട്ട് തുടങ്ങാം. ഒന്നെങ്കിൽ നേരിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുക്കറിലേക്ക് മാറ്റി ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഒരൊറ്റ വിസിൽ കേൾപ്പിച്ചെടുത്താലും മതിയാവും. അപ്പോൾ നമ്മുടെ അവിയൽ പെട്ടെന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലേക്ക് മാറ്റിയിട്ട് ഇതേപോലെ ഒരൊറ്റ വിസിൽ കേൾപ്പിച്ചാൽ മതിയാവും. ഇതാവുമ്പോൾ ഇടയ്ക്കൊന്ന് നോക്കി നിന്ന് ഒരു 2-3 തവണ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ട് വരും. നന്നായിട്ട് ആവി വന്നു കഴിയുമ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഒരു ചെറു തീയിലിരുന്നുകൊണ്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ അവിടെ നിന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങയുടെ ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു അരമുറി തേങ്ങ നിറയെ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 4-5 അത്യാവശ്യം വലിപ്പമുള്ള ചുമന്നുള്ളി 2 കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 1 ടീസ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം പെരുംജീരകം അല്ല, നമ്മുടെ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് ഒതുക്കിയെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഒതുക്കി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, ഒരു 2-3 ടേബിൾ സ്പൂൺ അത്രയും മാത്രം മതിയാവും. അപ്പോൾ തേങ്ങ ഒതുക്കിയതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പച്ചക്കറി ആണെങ്കിലും അടിയിലൊന്നും പിടിക്കാതെ നല്ല പോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം മാത്രം ചേർത്ത് നമ്മൾ പച്ചക്കറി ഒന്ന് വേവിച്ചാൽ മതിയാവും.
അപ്പോൾ വെന്ത് വന്ന പച്ചക്കറിയുടെ നടുക്ക് ഇതേപോലെ ചെറിയൊരു കുഴി ഉണ്ടാക്കി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങ അതിൻ്റെ നടുക്കിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ എല്ലാ പച്ചക്കറികളും നമ്മുടെ തേങ്ങയുടെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി തേങ്ങയിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ചൂട് കയറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഈ സമയത്തൊക്കെയും ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലോ അതേപോലെ തന്നെ മീഡിയത്തിലോ ഒന്നും തന്നെ വെക്കണ്ട. ഇത് അത്യാവശ്യം നന്നായിട്ട് ചൂട് കയറി ശരിക്കും ഒന്ന് ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ തേങ്ങയൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് പതുക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറിയായിട്ട് നമ്മുടെ തേങ്ങ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മുടെ അവിയലിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ അവിയൽ എന്തോരം ഉണ്ടോ അതനുസരിച്ച് വേണം തൈര് ചേർക്കാനായിട്ട്. ഇപ്പോൾ ഇത്ര ഉള്ളതുകൊണ്ടാണ് ഞാനൊരു 1/2 കപ്പ് തൈര് ചേർത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്ത് തൈരാണെങ്കിലും മതിയാവും. നല്ല പുളിയുള്ളത് വേണ്ട, ഒരു മീഡിയം സൈസുള്ള പുളി അത്രയും മതി. എന്നുകരുതി തീരെ പുളി ഉണ്ടാവാതെ ഇരിക്കരുത് കേട്ടോ. ഇനിയപ്പോൾ വേറെ ഒന്നുമില്ല, ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് വന്നാൽ മാത്രം മതിയാവും. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്ത് വെളിച്ചെണ്ണയും അതേപോലെ തന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി മുറിച്ച് ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പതുക്കെ ഒന്ന് മിക്സാക്കി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ അവിയലിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ട്, ചെറിയ ഗ്രേവി അല്ല, ചെറിയൊരു കുഴമ്പ് പരുവത്തോട് കൂടിയിട്ടുള്ള അവിയലാണ്. അപ്പോൾ പലർക്കും വേവിൻ്റെ കാര്യത്തിൽ പല അഭിപ്രായങ്ങളും ഉണ്ടാവും. കാരണം ചിലർക്ക് അവിയലിൻ്റെ കഷ്ണങ്ങളൊന്നും ഒരുപാട് വേവാൻ പാടില്ല, ചിലർക്ക് നല്ല പോലെ വേവണം. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചും അതേപോലെ തന്നെ ഇഷ്ടത്തിനനുസരിച്ചും ഒന്ന് നോക്കി കണ്ട് ചെയ്താൽ മാത്രം മതിയാവും. അതുപോലെ തന്നെ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ അവിയലെന്ന് പറയുന്നത്. കണ്ടോ, നമ്മുടെ കയ്യിൽ ഏത് പച്ചക്കറിയാണോ ഉള്ളത് അത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്ന സദ്യകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് അവിയൽ. എല്ലാവരും നമ്മുടെ ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കി നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരുന്ന് കഴിക്കാം. മാത്രമല്ല നമ്മുടെ ഓണം റെസിപ്പീസായിട്ട് വേറെയും ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ കേട്ടോ. നമ്മുടെ പ്ലേലിസ്റ്റിൽ എല്ലാ റെസിപ്പീസും ഉണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരുന്ന് ഓണം ആഘോഷിക്കാം. നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.